അതിജീവന പോരാട്ടത്തിലാണ് ഫലസ്തീൻ. സ്വന്തമെന്ന് പറയാവുന്നതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. നാടും വീടും അന്യമായി. ഒരു ടെൻറ്റെങ്കിലും തരൂ എന്നാണ് ഗസയിലും റഫയിലുമുള്ള കുട്ടികളിപ്പോൾ ആവശ്യപ്പെടുന്നത്. 35,000-ഓളം മനുഷ്യരെ നഷ്ടപ്പെട്ട ഫലസ്തീനു വേണ്ടി ഇപ്പോഴിതാ കലാലയങ്ങൾ നിരത്തിലിറങ്ങിയിരിക്കുന്നു. കൊളംബിയ, ന്യൂയോർക്ക്, MIT, യേൽ തുടങ്ങിയ അമേരിക്കൻ കലാലയങ്ങളിൽ നിന്നാണ് ഈ പ്രതിഷേധങ്ങൾ ആരംഭിച്ചതെങ്കിലും ലോകം മുഴുക്കെയുള്ള ക്യാമ്പസുകളിലേക്കിപ്പോൾ ഈ പ്രതിഷേധം പടർന്നുകൊണ്ടിരിക്കുന്നു. ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ കലാലയങ്ങളും ഫലസ്തീനു വേണ്ടി ഐക്യദാർഢ്യ സമരങ്ങളുമായി മുന്നിലുണ്ട്. അമേരിക്കയിൽ നിന്നാണ് ഈ പ്രതിഷേധ ജ്വാല ആരംഭിച്ചത് എന്നത് മറ്റൊരു ചരിത്ര സന്ദർഭത്തെ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. 56 വർഷം മുമ്പ് വിയറ്റ്നാം യുദ്ധകാലത്ത് 2 ലക്ഷത്തിൽ പരം മനുഷ്യരെ കൊന്നുവീഴ്ത്തിയ അമേരിക്കയുടെ യുദ്ധദാഹത്തിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ ഓർമ്മയാണത്. ഇപ്പോഴിതാ കെഫിയ ധരിച്ചും ടെൻറ്റുകൾ നിർമ്മിച്ചും അമേരിക്കയുടെ ഇസ്രയേൽ പിന്തുണയെ ചോദ്യം ചെയ്യുകയാണ് കലാലയങ്ങൾ. അമേരിക്കയിൽ മറ്റൊരു വിപ്ലവം വാതിൽക്കൽ മുട്ടുകയാണ് എന്നാണ് ലോകം ഇതിനെ വിലയിരുത്തുന്നത്. ഈ സമരമുഖം ഫലസ്തീനിൽ നീതി വിളയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ രാജ്യവും ഈ സമരമുഖത്ത് ഫലസ്തീനു വേണ്ടി കൈകളുയർത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.